പ്രിയ ദേശനിവാസികളെ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ മയക്കത്തിലാണോ? ഇപ്പോഴും നിങ്ങൾ സ്വപ്ന ലോകത്തിലാണോ ജീവിക്കുന്നത്? ഇതെല്ലാം യാഥാർത്ഥ്യമല്ലയോ? അതായത് നമ്മൾ നാളെ മരിക്കുമോ അതോ യേശുക്രിസ്തു ആദ്യം മടങ്ങി വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇത് രണ്ടും സത്യമാണ്. ഒന്ന്, നമ്മൾ മരിക്കും; രണ്ട്, യേശുക്രിസ്തു മടങ്ങി വരും. ഈ രണ്ട് കാര്യം മാത്രമേ ഇനി ഭൂമിയിൽ എന്നാൽ ഉറപ്പായിട്ട് പറയാൻ കഴിയാവുന്ന കാര്യം ഇത് രണ്ടുമുള്ളൂ. എന്താണ്? അതായത് ഒട്ടും മാറ്റമില്ലാത്ത, തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഈ രണ്ട് കാര്യങ്ങൾ: ഒന്ന് നമ്മുടെ മരണം, രണ്ട് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. അപ്പോൾ നോക്കി, പിന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് പലർക്കും അറിയാമെങ്കിലും നിങ്ങൾ അതിന് വില കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഈ ലോകത്തിന്റെ മയത്വത്തിൽ നിങ്ങൾ മുങ്ങിക്കിടക്കുകയാണ്. കണ്ണുകൊണ്ട് കാണുന്ന പലതിനും വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, കൊതി കൊണ്ട് നിങ്ങളുടെ എന്താണ് തൃപ്തി വരുന്നില്ല. അതേ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഇപ്പോഴും തൃപ്തി വരാത്ത ഈ ഭൗമികമായിരിക്കുന്ന ജീവിതത്തിനപ്പുറത്തേക്ക് നിത്യമായിരിക്കുന്ന ഒരു വാസം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട്, നമുക്ക് വേണ്ടി ഭവനമൊരുക്കി കാത്തിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമ്മളെ ചേർക്കുവാനായിട്ട് മടങ്ങി വരുന്ന ഈ ക്രിസ്തു, അവനിനെയും ആകാശമേഘങ്ങളിൽ മടങ്ങി വരുമ്പോൾ ആ ഭവനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ നിങ്ങളുടെ സുവിശേഷം ഒരിക്കൽ കൂടെ പറയുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. പ്രിയപ്പെട്ട, എല്ലാ ജാതി മതസ്ഥരോടും പറയാനുള്ള ഒന്നേ ഉള്ളൂ: ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ നിയമം ഒന്നേ ഉള്ളൂ. ദൈവം സകല മനുഷ്യരും രക്ഷകനായിട്ട് അയച്ചവനും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിയുമില്ല. ഞാൻ ഉയർന്ന മലമുകളിൽ ഒരുപക്ഷെ ഇപ്പോൾ എന്നെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്തിനാണ് ഈ വിജനമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രസംഗിക്കുന്നത് ചോദിക്കെങ്കിലും, ഈ മലമുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ താഴ്വാരങ്ങളിലുള്ള സകല ജനങ്ങളും കേൾക്കുന്നുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആകയാൽ പ്രിയപ്പെട്ട, വീണ്ടും ഉപദേശിമാർ അല്ലെങ്കിൽ സുവിശേഷകന്മാർക്ക് നിങ്ങളോട് അറിയിപ്പാനുള്ള ഈ സ്നേഹം, പ്രിയപ്പെട്ട, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും വരുന്നു എന്നുള്ളതാണ്. അതായത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് നിലയാത്ത നാഴികയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ത്വരിതപ്പെട്ടുകൊണ്ട് ദൈവമേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് കിട്ടുന്ന ഒന്നല്ല. അത് ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ്, യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് ഓരോരുത്തരും തന്റെ പാപങ്ങളെ ഉപേക്ഷിപ്പാനും ഓരോരുത്തരും മാനസാന്തരപ്പെടുവാനും ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിച്ച് ഇന്നേ വരെ കാത്തല്ലോ. നമ്മൾ തന്നെ ജീവിതത്തിൽ പലവട്ടം മരിച്ചു പോകാവുന്ന അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം എന്തുകൊണ്ട് നമ്മളെ സൂക്ഷിച്ചു? യേശുക്രിസ്തു അനേകം മരണത്തിന്റെ അനുഭവത്തിൽ നിങ്ങളെ സൂക്ഷിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുവാൻ ഒരു സമയം കൂടെ തരികയാണ്. മരണത്തിന്റെ മേൽ അധികാരമുള്ളത് യേശുക്രിസ്തു ആയിരിക്കാലും നിങ്ങൾ ചിലർ രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന് മുൻനിർണയം ഉള്ളത് കൊണ്ടും നിങ്ങൾ ചിലര് ഈ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് എന്നെ വീണ്ടും അയക്കുകയും അത് കേൾപ്പാൻ തക്കവണ്ണം ആയുസ് നിങ്ങളെ നിർത്തുകയും ചെയ്തപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് നിങ്ങൾ ഈ രക്ഷയിലേക്ക്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം, കീഴടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട, എത്രയോ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, പക്ഷെ ഇതേവരെ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായില്ല. ഇന്ന് വരെ നിങ്ങൾ ജനിച്ചു വളർന്ന മതാചാരങ്ങളിലും നിങ്ങൾ സമൂഹത്തിൽ കാണുന്ന തിന്മകളിലും മുഴുകി, പ്രിയപ്പെട്ട, മദ്യപാനത്തിലോ മറ്റു വിധമായിരിക്കുന്ന ആരാധനകളിലും ഒക്കെ മുഴുകി സത്യദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനം ത്യജിച്ച് അവന്റെ സ്ത്രീഹന്മാരാൽ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന സത്യവചനത്തെ നിഷേധിച്ച് പാരമ്പര്യത്തിലും പൗരോഹിത്യത്തിലും നിന്നുകൊണ്ട് ഇന്നവരെ പാപമോചനം നേടാതെ കഴിഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണോ? നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ട, യേശുക്രിസ്തു മടങ്ങി വരുന്നത് നിശ്ചയമുള്ള കാര്യമാണ്. നിന്റെ മരണ ദിവസം പോലെ കർത്താവിന്റെ വരവും ഉറപ്പുള്ളതായതുകൊണ്ട് പ്രിയപ്പെട്ടെ, ഒന്ന് നിന്റെ വലം കൈ കൊണ്ട് ഇടം കൈയാലും നുള്ളി നോക്കിയത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ല. ഇത് മായല്ല, ഇതൊരു സത്യമായതുകൊണ്ട് പ്രിയപ്പെട്ടെ, മരണമുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും യേശുക്രിസ്തു എന്ന ഏക പുരുഷന്റെ മുമ്പിൽ കണക്ക് തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കൊരു മാനസാന്തരവും യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ മതവിശ്വാസികളോ അല്ലെങ്കിൽ പള്ളിയിലച്ചനോ തിരുമേനിയോ ആണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. നിങ്ങൾക്കും മാനസാന്തരം ആവശ്യമാണ്. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഒരു അപ്പന്റെ മക്കളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവത്തിന്റെ മക്കളായിട്ടല്ല നമ്മൾ ജനിക്കുന്നത്. പിന്നെയോ, നമ്മളെല്ലാവരും ആദമിന്റെ രക്തത്തിൽ നിന്നാണ് ജനിച്ചത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വിശുദ്ധനായിരുന്ന ആദം, അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ കാര്യം നിങ്ങൾ പലവട്ടം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവൻ സാത്താന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്ത് ദൈവത്തിന്റെ ശത്രുവായിട്ട് തീർന്ന ചരിത്രവും നിങ്ങൾക്കറിയാം. ആ ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദം എന്ന് പറഞ്ഞ ഏക പുരുഷന്റെ രക്തത്തിൽ നമ്മൾ ജനിച്ചത് വഴി എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും നരകവിധിക്ക് യോഗ്യനാണ്. നിങ്ങൾ പാപികളെന്ന് ഏറ്റു പറയുമ്പോൾ നിങ്ങൾ തന്നെ ഉറപ്പിക്കുന്നു ഞങ്ങൾ നരകത്തിലേ പോകത്തുള്ളൂ. ഞാൻ അനേക
ക്രിസ്തീയ മതവിശ്വാസികളോട് സംസാരിക്കാറുണ്ട്. അപ്പച്ചന്മാരോട് സംസാരിക്കുമ്പോൾ എത്ര തമാശ രീതിയിലാണ് പറയുന്നത്. ഓ, ചത്ത നരകത്തിലാ കുഞ്ഞെ പോന്നെ, അല്ലാതെ എവിടെ പോകാനെന്ന്. എന്റെ പ്രിയപ്പെട്ട, അതായത് മർത്തോമ, കത്തോലിക്ക മതവിഭാഗങ്ങളിലുള്ള മറ്റ് ക്രിസ്തീയ മതവിഭാഗങ്ങളിലുള്ള പല അപ്പച്ചന്മാരുടെയും ചോദിച്ചാൽ പറയാണ്, ഓ ചത്താൽ എങ്ങോട്ട് പോകാനാ? നരകത്തിലോട്ട് പോകും, അല്ലാതെ എവിടെ പോകാനാ? എല്ലാരും നരകത്തിലേക്ക് പോകുന്നതെന്ന് ഈ അപ്പച്ചന്മാര് പറയുന്നത്. പ്രിയപ്പെട്ട, അവരെ ഉപദേശിക്കുന്ന ഉപദേശകന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾ കുറ്റക്കാരാണ്. ഈ പാവപ്പെട്ട ജനങ്ങളെ സത്യസുവിശേഷത്തിലേക്ക് തിരിക്കാതെ നിങ്ങളുടേതായിരിക്കുന്ന വ്യർത്ഥമോഹങ്ങൾപ്പെട്ട് നിങ്ങളുടേതായിരിക്കുന്ന പൗരോഹിത്യത്തിലും പാരമ്പര്യത്തിലും നിലനിർത്തേണ്ടതിന് ഈ ജനങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന പുരോഹിതന്മാരെ ഞാൻ ചോദിക്കട്ടെ. ഈ അപ്പച്ചന്മാരോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ട, നമ്മൾ നരകത്തിൽ പോകാൻ വേണ്ടിയിട്ടാണോ ക്രിസ്തു മരിച്ചത്? അല്ല, നമ്മളെല്ലാവരും നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ ആദമിന്റെ പാപമുഖാന്തരം എന്നാൽ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നമ്മളെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാനല്ലയോ? അവൻ ഉയരത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പ്രിയപ്പെട്ട ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുവാനല്ലയോ? അതുകൊണ്ട് പ്രിയപ്പെട്ട, മരിക്കുന്ന ഒരാൾ പോലും നരകത്തിൽ പോകാൻ ദൈവം ആശിക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട, എന്താണ് ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളെപ്പോൾ ഉപദേശമാര് നിങ്ങളെ കാണുമ്പോൾ ചോദിക്കും, അപ്പച്ചാൻ രക്ഷിക്കപ്പെട്ടോ? അപ്പൊ അപ്പച്ചന്മാര് കളിയാക്കിയിട്ട് ചോദിക്കടാ, എനിക്കിത് വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു വൃത്തിയായിരിക്കുന്നു, വൃത്തിയല്ല, ഒരു 10, 55, 60 വയസ്സുള്ള ഒരു സ്ത്രീയെ, അവരെന്താണ് കഠിനമായിരിക്കും ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകാൻ കത്തോലിക്ക മതവിശ്വാസിയാണ്, എനിക്കറിയാം. അവരെ അറിയത്തില്ല, പക്ഷെ അവരുടെ വീട് എനിക്കറിയാം. വീട് ഞാൻ കണ്ടു. ഇന്നവരെ പോകാത്ത ദേശത്താണ്. ഞാൻ അവർക്കൊരു ട്രാക്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, രക്ഷ പ്രാപിക്കട്ടെ എന്ന് ചോദിച്ചു, സ്നേഹത്തോടെ ചോദിച്ചു. ആ ഒരു ഒറ്റ വാക്ക് കേട്ടപ്പോഴെന്താണ്, അവരെ പുസ്തകം തിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഞാനത് മേടിച്ച് വായിച്ചാണ്, പക്ഷെ രക്ഷ പ്രാപിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കിത് വേണ്ട. അപ്പോൾ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് സാത്താൻ ഏറ്റവും വെറുപ്പുള്ള കാര്യം. നിങ്ങൾ തന്നെ വ്യാപരിക്കുന്ന സാത്താന്റെ അധികാരങ്ങളാണ് ഈ രക്ഷയെ തടയുന്നത്. അപ്പോൾ രക്ഷപ്പെടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താണ് പുസ്തകം തിരിച്ചു തന്നു. എത്രമാത്രം വെറുപ്പാണ് യേശുക്രിസ്തുവിനോട്. പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് എന്റെ പ്രസംഗം. രക്ഷ പ്രാപിപ്പാൻ നീ എന്ത് ചെയ്യണം? എന്താണ് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലത്ത് നമ്മളെന്താണ്, പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ എന്താണ് പട്ടിണിയൊക്കെ കിടന്ന് ജീവിച്ചവരാണ്. ഇപ്പൊ നല്ല വീടായി, കൊട്ടാരമായി, സമ്പത്തായി, ഭൂ ഉടമകളായി, തോട്ടം മേടിച്ചു. രക്ഷ അതല്ല പ്രിയപ്പെട്ടവര്. രക്ഷ എന്ന് പറഞ്ഞാൽ പാപമോചനമാണ്. അതായത് ഇച്ചോടെ തെളിച്ചു വെച്ചാൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപമോചനം നേടിയോ എന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ എനിക്കറിയാം, നിങ്ങളുടെ 99% ആൾക്കാരും പറയും, ഞങ്ങൾക്ക് പാപമോചനം കിട്ടിയിട്ടില്ല. അത് എവിടെ കിട്ടും? എല്ലാ മതവിശ്വാസികളും ചോദിക്കുന്നു, പാപമോചനം എവിടെ കിട്ടും? അതേ പ്രിയപ്പെട്ട, ഒരു കത്തോലിക്കൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാപമോചനം കിട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനെ കിട്ടി? അത് ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു. എന്തുമാത്രം വ്യർത്ഥമായിരിക്കുന്ന പഠിപ്പിക്കലാണ്. എവിടെങ്കിലും ആരെങ്കിലും തരുന്ന പാപമോചന ചീട്ടുകൊണ്ടോ ഏതെങ്കിലും പള്ളികളിൽ പോയോ കിട്ടുന്ന ഒരു സാധനമല്ല പാപമോചനം. പാപമോചനം സ്വർഗത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. മനുഷ്യർക്കാർക്ക് നിങ്ങളെ വിശുദ്ധന്മാരാക്കി തീർക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും പുരോഹിതന്മാർ ഒരു മനുഷ്യനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവം എന്നതിന്റെ അർത്ഥം. അയ്യോ ദൈവമേ, നീ ഏകപരിശുദ്ധൻ പറയും. ഇവൻ ഇതാ, നീ പാപിയായിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ട്, പാപിയായിരിക്കുന്ന ഒരു പുരോഹിതൻ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭോഷത്വമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആകിയാൽ ഈ ഭോഷത്വങ്ങളെല്ലാം ഒന്ന് വിട്ട് ഒന്ന് മാനസാന്തരത്തിലേക്ക് വന്നേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവായിരിക്കുന്ന കർത്താവ്, രാജാവായിരിക്കുന്ന കർത്താവ് വരുവാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് മതഭക്തിയും ഭോഷത്വം ഒക്കെ നിർത്തി, രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്ന പരിപാടിയൊക്കെ നിർത്തി, പ്രിയപ്പെട്ട കള്ള് കുടിച്ചും കഞ്ചാവ് വലിച്ചും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊന്നും കൊല വിളിച്ച് നടക്കുന്ന പരിപാടി നിർത്തി, നിനക്കൊരു മരണമുണ്ട്, നിനക്കൊരു ന്യായവിധിയുണ്ട്. നിന്റെ സകല രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന കർത്താവ് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. അയ്യോ പാപികളെ, ഒരു മാനസാന്തരം നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് എല്ലാവർക്കും പാപമോചനം കൊടുക്കുവാൻ എന്താണ് മനസ്സുണ്ട്. പക്ഷെ നീ ഏറ്റു പറയാതെ, നീ വിളിച്ചപേക്ഷിക്കാതെ ഒരുത്തനും അത് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഹൃദയങ്ങളെ താഴ്ത്തിയിട്ടല്ല നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒക്കത്തില്ല. നേകളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവായിരിക്കുന്ന യേശുവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എനിക്കൊരു പാപമോചനം വേണം, എനിക്കൊരു രക്ഷ വേണമെന്ന് നിലവിളിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മാനസാന്തരപ്പെടുവിൻ. രക്ഷ എന്ന് പറഞ്ഞാൽ പാപമോചനമാണ്. ആ പാപമോചനം എങ്ങനെ നേടാൻ കഴിയും? നമുക്ക് ആ കോഴ്സിലേക്ക് നോക്കാം. പ്രിയപ്പെട്ടവർ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചടാ. ഇതൊരു പുതിയ അറിവൊന്നുമല്ല. ഇത് ഞങ്ങൾക്കറിയാം. ഉപദേശിച്ച് നീ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കാറുണ്ട്, ഈസ്റ്ററും ആഘോഷിക്കാറുണ്ട്. ഒരു ദിവസം കരയും, മറ്റേ ദിവസം കള്ളു കുടിക്കും. അത്രയുള്ള വ്യത്യാസം. എന്നാൽ പ്രിയപ്പെട്ട, ഈ ഉപദേശം ഒരു ഹിന്ദു ആയിരുന്നു കേട്ടോ. അവന് 23 വർഷമായിട്ടുള്ള യേശുക്രിസ്തുവിനെ അറിഞ്ഞത് കേട്ടോ. പക്ഷെ അനേക ലക്ഷം ആൾക്കാരുടെ ചെവികളിലേക്ക് ഈ നാവ് കൊണ്ട് ഈ സുവിശേഷം പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നോക്ക്, പിന്നെ ക്രിസ്തീയ മതത്തിലും പാരമ്പര്യത്തിലും ജനിച്ച നീ ഏതൊരാളുടെങ്കിലും സുവിശേഷം പറഞ്ഞു? ഒരാൾക്കെങ്കിലും രക്ഷ പകർന്നു കൊടുക്കാൻ പറ്റിയോ? ഇല്ല. എന്ന് മാത്രമല്ല, രക്ഷ പ്രാപിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നീ കള്ളു കുടിക്കാൻ വിളിച്ചുകൊണ്ട് നിന്റെ പാപത്തിന് കൂട്ടിരുന്നുകൊണ്ട് അവൻ ഇടർച്ച വരുത്തിയതല്ലേ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു, എന്റെ ഈ ചെറിയ ഒരുവനിൽ ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവനൊരു തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടുന്നായിരുന്നു. അവൻ അതിലും നല്ലത്. ന്യായവിധി
ന്യായവിധിയെക്കാളും നല്ലത്, പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷയിൽ നിന്ന് തടസ്സപ്പെടുന്നതിനേക്കാളും നല്ലത് അവനൊരു തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടുന്നതാണ്. കാരണം എന്താണ്? ഒരുവനെ രക്ഷയിൽ നിന്ന് തടസ്സപ്പെടുന്നവരുടെ ന്യായവിധി ഭയാനകമാണ്. എന്റെ പ്രിയ പുരോഹിതന്മാരെ കേട്ടുകൊള്ളുവിന്. ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പള്ളികളിൽ പ്രസംഗിക്കാറുണ്ട്, ഈ ഉപദേശമാരെ വീട്ടിൽ കയറ്റെല്ലാം സ്നാനമേൽക്കെന്ന് പ്രസംഗിക്കുമ്പോൾ അതിനേക്കാളും നല്ലത് തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടുന്ന യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നീ രക്ഷയെ തടഞ്ഞ ഓരോ വാക്കിനും നിനക്ക് വരുമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി കണ്ടുകൊണ്ട് കരുണയോടെ പറയുക, മാനസാന്തരപ്പെടേണ്ട അവസരം കൂടെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്തിനു മാനസാന്തരപ്പെടണം? ആ ക്രൂശിലേക്കെന്ന് ആദ്യം നോക്കുകയും ആ ക്രൂശിലെ സ്നേഹം അറിഞ്ഞിട്ടല്ലാതെ ആർക്കും മാനസാന്തരപ്പെടുവാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ട യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. അത് എന്തിനു വേണ്ടി മരിച്ചു? നമ്മളെ രക്ഷിക്കാൻ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ഒരു നിയമപുസ്തകമുണ്ട്, അലംഘനീയമായിരിക്കുന്ന ഒരു നിയമം, ആർക്കും മാറ്റിക്കൂടാത്ത, ദൈവം പോലും മാറ്റി എഴുതാത്ത ഒരു നിയമം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിത്യജീവനാകുന്നു. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിയമപുസ്തകത്തിന് മുമ്പിൽ ആരും ഒഴികഴിവുള്ളവരല്ല, ആരുമല്ല പ്രിയപ്പെട്ട, ആരും അവന്റെ മുമ്പിൽ ഒഴികഴിവുള്ളവനല്ല. ഒരു പ്രമാണിക്കും അവന്റെ മുമ്പിൽ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. പള്ളിക്ക് 50 ലക്ഷം കൊടുത്തവൻ രക്ഷ പ്രാപിക്കത്തില്ല. പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചവൻ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ട, സാധുക്കളെ രക്ഷിച്ചവനും സാധുക്കളെ സഹായിച്ചവർക്കോ നിയമപുസ്തകത്തിന് മുമ്പിൽ രക്ഷയില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്തവരാണ്. പ്രിയപ്പെട്ട, മനുഷ്യനോട് നിങ്ങൾ ഒത്തിരി കരുണ ചെയ്തിട്ടുണ്ട്, അതിന് രക്ഷയിലേക്ക് വരുത്തില്ല. നിങ്ങൾ ദൈവത്തിനെന്ന വണ്ണം അനേക പാപങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അതിന് രക്ഷ പ്രാപിക്കത്തില്ല. രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീർന്നല്ലേ പറ്റൂ. അതേ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷാപൂർത്തിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. അതെന്താണ് ഈ പുതിയ സൃഷ്ടി? ആ ക്രൂശിലേക്ക് ഞങ്ങളുടെ സത്യത്തിരിക്കുക, നിങ്ങളുടെ സത്യത്തിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ക്രൂശിൽ മരിക്കുകയാണ്. അവൻ ആരായിരുന്നു? അവനാലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഈ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനാലാണ്. അവൻ ദൈവപുത്രൻ എന്ന് മാത്രമല്ല, യേശുക്രിസ്തു എന്നുള്ള പേര് മാത്രമല്ല, അവൻ ദൈവവചനമെന്നും അവന് പേരുണ്ട്. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ നോക്കുവിനെ, സകല പ്രപഞ്ചങ്ങളുടെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവവചനമാണ് ഈ ദൈവപുത്രനായിരിക്കുന്ന യേശു എന്നൊരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത്. അവൻ ജനിച്ചതിന്റെ കാര്യം എന്താണ്? അതിന്റെ പിന്നിലേക്ക് പോകണം. മനുഷ്യൻ പാപം ചെയ്തു. ആദിയിലെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷൻ, രണ്ടാമതൊരു പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചല്ല. നിങ്ങൾ പാപികൾ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയില്ല, അത് പോഷത്വമാണ്, മണ്ടത്തരമാണ്. നിങ്ങൾ പാപികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളല്ല, ആദമിന്റെ മക്കളാണ്. അപ്പോൾ ആദം പാപം ചെയ്തു, ദൈവത്തെ തള്ളിക്കളഞ്ഞു. അവൻ സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ചു. ദൈവം ആത്മാവ്, സാത്താൻ ആത്മാവ്. ആത്മാവിൽ വെളിച്ചമായിരുന്ന, ആത്മാവിൽ വിശുദ്ധനായിരിക്കുന്ന ആദം ആ വിശുദ്ധിയിൽ ആത്മാവിൽ മരിച്ച് സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു. അവന്റെ വെളിച്ചം പോയി പ്രിയപ്പെട്ടവരെ, അവൻ ഇരുട്ടായിട്ട് തീർന്നു. ആ പാപിയായിരിക്കുന്നവന്റെ, സാത്താന്റെ സന്തതിയായിരിക്കുന്നവന്റെ മക്കളാണ് നമ്മള്. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ സാത്താന് വേണ്ടിയിട്ടത്രേ ദൈവം നരകം സൃഷ്ടിച്ചത്. അവന്റെ ദൂതന്മാർക്ക് വേണ്ടിയിട്ടത്രേ ദൈവം നരകം സൃഷ്ടിച്ചത്. അവർ എന്താണ്? അവർ സാത്താനായിരുന്നില്ല, പിശാചായിരുന്നില്ല, ദൈവത്തിന്റെ കെരൂബായിരുന്നു. മനോഹരമായിരിക്കുന്ന സകല ജ്ഞാനപൂർണതയോടും എന്താണ് ജ്ഞാനത്തിന്റെ പൂർണ്ണതയും സൗന്ദര്യ പൂർണ്ണതയും കൂടെ ദൈവം സൃഷ്ടിച്ച ഈ ദൂതൻ അവൻ എന്താണ്? നെകളം വഴിയായിട്ടാണ് സാത്താനായിട്ട് തീർന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അവനോട് കൂടെ നിരവധിയായിരിക്കും ദൂതന്മാർ, ഒരുപക്ഷെ 33 കോടി ദൂതന്മാരും ആ സാത്താന്റെ കൂടെ ഇറങ്ങിപ്പന്നു. അവനത്ര ലോകത്തിലെ സകല നാശനങ്ങൾക്കും കാരണം. അങ്ങനെ അവനെന്താണ്? ആ പാപം ചെയ്ത മനുഷ്യന്, ആ പാപം ചെയ്ത ദൂതന് വേണ്ടി ദൈവം നരകം സൃഷ്ടിച്ചു. ആ നരകത്തിലേക്ക് ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര്, ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയും കൂടെ പാപം ചെയ്യിച്ച് ആ നരകത്തിലേക്ക് സാത്താൻ വലിച്ചു കൊണ്ടുപോകാണ്. ഏത് നിയമത്തിന് മുമ്പിൽ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ച് നമ്മളെയും കൂടെ അവനോടുകൂടെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതാ ലോകാവസാനത്തെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതി നിയമത്തിന് മുമ്പിൽ അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി, അതേ പ്രിയപ്പെട്ട അവന്റെ ദൈവികത്വം വിട്ട് ദൈവത്തോടുകൂടെ സമത്വം മുറുകെ പിടിക്കാതെ അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചു. ആദ്യത്തെ മനുഷ്യൻ പിതാവിനെ അനുസരിക്കാഴിക വഴി അവൻ നശിച്ചു പോയെങ്കിൽ അവസാനത്തെ ആദമായിരിക്കുന്ന യേശു ക്രിസ്തു പിതാവിനെ അനുസരിക്കുന്ന വഴി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ കൊടുപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ അവൻ സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി പ്രിയപ്പെട്ടവരെ പാപമില്ലാത്തവനായിട്ട് ഭൂമിയിൽ ആ ഏകനായിട്ട് ജനിച്ചു. അതേ പുരുഷ രക്തം കൂടാതെ, ആദമിന്റെ രക്തം കൂടാതെ ഭൂമിയിൽ ജനിച്ചു. അവൻ വളർന്നു. 30 വർഷക്കാലം മറിയോടുകൂടെ ജീവിച്ചു. അതിനുശേഷം അവന്റെ മറിയെ പ്രസവിച്ച മറ്റു മക്കളോടുകൂടെ ജീവിച്ചു, പോറ്റി പുലർത്തി. 3.5 വർഷക്കാലം പാലസ്തീന്റെ തെരുവിലിറങ്ങി സുവിശേഷം പ്രസംഗിച്ചു. കാലം
തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് ഘോഷിച്ചു. അതിനുശേഷം പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഗെത്സമന തോട്ടത്തിൽ തന്റെ ശരീരം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ പിതാവ് അവന്റെ ശരീരത്തെ യാഗവസ്തുവായിട്ട് ക്രൂശിലേക്ക് അയച്ചു. അതേ പ്രിയപ്പെട്ട സ്വർഗത്തിലെ പിതാവാണ് പുത്രനെ യാഗത്തിലേക്ക് അയച്ചത്. ആ സ്വർഗത്തിലെ പിതാവാണ് യേശുക്രിസ്തുവിനെ യാഗത്തിലേക്ക് അയച്ചത്. അവൻ നമ്മുടെ പാപഭാരം മുഴുവനും ചുമന്ന് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ക്രൂശിലേക്ക് കയറിപ്പോകുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ശരീരമാസകലം അടിയേറ്റ് തകർക്കപ്പെടുമ്പോഴും പഴയ നിയമ കാലഘട്ടത്തിൽ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അവർ കണ്ണുകളാക്കി തൊലി ഉരിച്ച് അതിന്റെ രക്തം ഹോമയാഗ പീഠത്തിൽ ഒഴിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം എന്താണ്? യേശുക്രിസ്തുവാണ്. അവർ യേശുക്രിസ്തുവിന്റെ തൂലൊരിക്കുന്നത് പോലെ അവന്റെ ശരീരം ഉരിച്ചു അവനെ അടിച്ച് തകർത്ത് അവന്റെ രക്തമിത അവിടെ ഒഴിക്കുകയാണ്. യെരുശലേമിൽ അവന്റെ രക്തം പകർക്കപ്പെടുകയാണ്. അതേ പ്രിയപ്പെട്ടെ, ആ പരിശുദ്ധ രക്തം എവിടേക്ക് ഒഴുകിച്ചെന്നുവോ ആ ഒഴുകിച്ചെന്ന രക്തമുള്ള എല്ലായിടത്തും അതിൽ കുളിച്ചവർക്കെല്ലാവർക്കും ഇതാ രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടെ, ശരീരം ചെളിപഴിച്ച് വേർപ്പ് കൊണ്ട് നാറുമ്പോൾ നമ്മൾ ഈ കൈത്തോട്ടിലെ വെള്ളത്തിൽ കുളിക്കുന്ന പോലെ ഉപദേശിമാരുടെ നാവിൽ കൊണ്ട് സകല ദേശങ്ങളിലും ആ യേശുക്രിസ്തുവിന്റെ ആ ഗെത്സമനയിൽ നിന്ന് ഇറങ്ങി വന്ന ആ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇതാ ഉപദേശിമാരുടെ നാവിൽ കൂടെ സകല ദേശങ്ങളും പരന്നൊഴുക്കുമ്പോൾ ആ കുഞ്ഞാടിന്റെ രക്തത്തെ കുളിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അങ്കി എന്താണ്? വെളിച്ചമുള്ളതായിട്ട് തീരട്ടെ. നിങ്ങളുടെ അങ്കി ഇതാ വെണ്മയായിട്ട് തീരേണ്ടതിന് ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിപ്പാൻ, വിശ്വാസത്താൽ കുളിപ്പാൻ എല്ലാ ജാതികളെയും വിളിക്കുകയാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പുണ്ട്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളിൽ നിന്ന് ആ വീണ്ടെടുപ്പുണ്ടെന്നുള്ള വചനത്തിനൊത്തവണ്ണം പ്രിയപ്പെട്ടവരെ, ആ രക്തനദി ആ യെരുശലേമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ഞൊഴുകിയതാണ്. അതിവിടെ ഇതാ മന്ദമരി ദേശത്ത്, റാണി ദേശത്ത്, ഈ വട്ടാർക്കയം ദേശങ്ങളിൽ എല്ലായിടും ഉപദേശമായിട്ട് നാവിൽ കൂടെ പരന്നൊഴുകുമ്പോൾ നിങ്ങൾ ഇനി എത്ര നാളതിന് എതിർത്ത് നിൽക്കും? പ്രിയപ്പെട്ടവരെ, എതിർത്ത് നിൽക്കല്ല. പുരോഹിതന്മാരെ, നിങ്ങളെ ഈ ജനങ്ങളെ നിങ്ങൾ ഇനി വഞ്ചിക്കല്ല, സ്നാനമേക്കലെന്ന് പറഞ്ഞ അവരെ നശിപ്പിക്കല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ചെയ്യണ്ടു? യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. ആ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുമ്പോഴും ദൈവത്തിന് നമ്മളുടെ ശത്രുത നീക്കിപ്പോയി. കണ്ടോ, ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മനുഷ്യരോടുള്ള ദൈവത്തിന്റെ പ്രതികാരം നീങ്ങിപ്പോയി. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ശിക്ഷാവിധി മാറിപ്പോയി. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ യേശുക്രിസ്തു ഏറ്റെടുത്തത് വഴി, ആ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചത് വഴി പ്രിയപ്പെട്ട ദൈവത്തിന് ആ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റത് വഴി ദൈവം പ്രസാദിച്ച് ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് നടിച്ചുവരെ തിരശീല കീറിക്കളഞ്ഞുകൊണ്ട് ഏത് പാപിക്കും ദൈവത്തിലേക്ക് നേരിട്ട് കടന്നു വരുവാൻ യാഗങ്ങളില്ല, ബലികളില്ല, കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, വഴിപാടുകളില്ല, പ്രിയപ്പെട്ട നോയമ്പുകളില്ല, തീർത്ഥാടനങ്ങളില്ല, പദയാത്രകളില്ല, ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല, പണച്ചെലവുമില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ ശിക്ഷയേറ്റെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഏവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം എന്താണ് മനുഷ്യനുള്ള ശത്രുത്വം നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. ഏത് പാപിക്കും ഏത് സമയവും കടന്നു ചെല്ലുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ വാതിലാകുന്നു. അതേ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ മേച്ചിൽ കണ്ടെത്തും. അതേ സ്വർഗത്തിന്റെ വാതിൽ യേശുക്രിസ്തുവാണ്. ആ വാതിലത്രേ ദൈവം പാപനിമിത്തം ആദം ചെയ്ത പാപനിമിത്തം തിരിശീലയിട്ട് മൂടിയിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശരീരം തകർത്തത് വഴി ആ ശരീരം ഇതാ ആ സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യാഗം നിർത്തലാക്കി യാഗമുള്ളടത്ത് പുരോഹിതന്മാർ ആവശ്യമായിരുന്നു. യാഗം നിർത്തലാക്കിയെടുത്ത് പുരോഹിതന്മാരുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇനി പൗരോഹിത്യമില്ല. എല്ലാ ജാതി മതസ്ഥരും പറഞ്ഞു, പൗരോഹിത്യത്തെ വിട്ടുകളയുവിന്, പുരോഹിതന്മാരെ നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കാതെ നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. അതേ പ്രിയപ്പെട്ട വിശ്വാസത്താലുള്ള നീതീകരണം ആരംഭിച്ചത് വഴി പൗരോഹിത്യമില്ല. പൗരോഹിത്യം പഴയ നിയമത്തിൽ, പുതിയ നിയമം വിശ്വാസത്താലുള്ള നീതീകരണം കൃതായുഗം. ആകിയാൽ പ്രിയപ്പെട്ട യേശുക്രിസ്തു അടക്കപ്പെട്ടു. ദൈവവും മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഞാൻ ആദ്യം പാടിയ പാട്ട് പോലെ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തെ പ്രത്യക്ഷപ്പെടുവാനുള്ള സമയമായിരിക്കാല് അവൻ എല്ലാവരോടും പറയാണ്, സമ്പന്നന്മാരോടും ദരിദ്രന്മാരോടും പറയാണ്, ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും പറയാണ്, മരണമുള്ള എല്ലാ മനുഷ്യരോടും പറയാണ്, മാനസാന്തരപ്പെടണം. ഇന്ന് വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകരമായിട്ട് ഹൃദയത്തിൽ അംഗീകരിപ്പിന് അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനല്ലാതെ ഒരു പുരുഷൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. അവനെ വിട്ട് നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും എന്തിനു മുമ്പിൽ ആത്മീയമായിട്ട് നിങ്ങൾ തലവണിക്കാലും ഏത് മനുഷ്യനെ നിങ്ങൾ ആത്മീയമായിട്ട് പിതാവെന്നോ തിരുമേനെന്ന് വിളിച്ചാലും നിങ്ങൾ നരകത്തിനുള്ളവരാണ്. യേശുക്രിസ്തു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായിട്ട് മറ്റാരുമില്ല. അവൻ മാത്രം നമ്മുടെ രക്ഷകൻ. സ്വർഗത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയുമായിട്ട് ദേഹരൂപത്തിൽ ഇറങ്ങി വന്നവൻ. അവൻ മുഖാന്തരമല്ലാതെ ആരും ദൈവത്തിലേക്ക് അടുക്കുന്നില്ല. അവൻ മുഖാന്തരമല്ലാതെ ആരും നശിച്ചു പോകുന്നതുമില്ല. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ആ
മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തുവിനോട് ഇവിടെ ക്രൂശിൽ മരിപ്പാൻ നിങ്ങൾ സ്നാനമേൽക്കണം. ഇടവും വല്ലവും 2 കള്ളന്മാരെ ക്രൂശിച്ചു. അതിലൊരു കള്ളൻ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ സ്വർഗത്തിലേക്ക് പോയി. മറ്റേ കള്ളൻ മാനസാന്തരപ്പെടാതെ ഹൃദയ കാട്ടി നിർത്തം അവനോട് കൂടെ മരിച്ചുവെങ്കിലും നശിച്ചുപോയി. ആയാത്രപ്പെട്ട സ്നാനമേൽക്കുന്നതിനുള്ള കാര്യം സ്നാനത്തിന് മുമ്പ് മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരപ്പെട്ടിട്ടാണ് സ്നാനമേൽക്കേണ്ടത്. കുഞ്ഞുനാളിലെ മാമോദീസ ബൈബിളിക്കലി അപ്പോസ്തലന്മാരുടെ നിയമപ്രകാരം പോഷത്വമാണ്. പ്രിയപ്പെട്ട വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി അവർ സഭയോട് ചേർത്ത് വരുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ, പാപികളുടെ കൂട്ടം സഭയല്ല. യേശുക്രിസ്തു വിശുദ്ധനാണെങ്കിൽ തന്റെ ശരീരമാകുന്ന സഭ വിശുദ്ധമാണ്. നിങ്ങൾ പാപികളും ദോഷികളും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നാൾ നിങ്ങൾ കൈവിട്ടു പോകും. യേശുക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് നിങ്ങൾ ചേർക്കപ്പെട്ടിട്ടില്ല. അവന്റെ മണവാട്ടിയായിട്ട് തീരാവുന്ന വെറുതെ വ്യാമോഹിക്കുകയും വേണ്ട. ആകിയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് അവന്റെ നിന്ന ചുമന്നുകൊണ്ട് അവന്റെ കഷ്ടം സഹിച്ചുകൊണ്ട് അവന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഈ പ്രവാസകാലം നമ്മൾ ഭയത്തോടെ പാപം കൂടാതെ കഴിയുന്നുവെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നാണ് നമ്മുടെ മരണ ദിവസമെങ്കിൽ, അവൻ നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം ധരിപ്പിച്ച് 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. നിത്യാനന്ദം നമ്മുടെ തലമേലിരിക്കും. ഇനി കണ്ണുനീരില്ല, ദുഃഖങ്ങളില്ല, മരണമില്ല, രോഗങ്ങളില്ല, വേദനകളില്ല. എല്ലായ്പ്പോഴും നമ്മൾ പിതാവിനോടും പുത്രനും കൂടെ സന്തോഷിക്കുന്ന ഉല്ലാസ ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ മതഭക്തിയും പാരമ്പര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയോ പണക്കാരെന്നുള്ള ബോധത്തിൽ ഈ സുവിശേഷങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ അഹങ്കാരപൂർവ്വം നിങ്ങൾ പുരോഹിതന്മാരുടെ വഞ്ചിക്കുന്ന ഉപദേശം കേട്ട് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ, കണ്ണുനീരോടൊരു കാര്യം പറയാം. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞോളുവിന്. പ്രിയപ്പെട്ട, ലോകം ഇന്നും നാളെയൊന്നും അവസാനിക്കത്തില്ല. നാസ പറയുന്ന പോലൊന്നുമുള്ള കാര്യങ്ങള്. ഒന്നാമത് യേശുക്രിസ്തു മടങ്ങി വരണം. 1000 വർഷം അവൻ ഭൂമിയിൽ രാജാവായിട്ട് വാഴണം. 1000 വർഷത്തിന് ശേഷമേ ലോകം അവസാനിക്കത്തുള്ളൂ. എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മനം തിരിയാതെ മരിച്ചാല്, നിങ്ങൾ മാനസാന്തരപ്പെടാതെ മരിച്ചാൽ, സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, 1000 വർഷം കഴിഞ്ഞുള്ള ലോകാവസാന ദിവസം നിങ്ങൾ കല്ലറകളെ പേടിച്ചുയർത്തെഴുന്നേക്കും. എന്റെ തെളിവ്, യേശുക്രിസ്തു കല്ലറകളെ പേടിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ എഴുന്നേറ്റും. പക്ഷെ എന്താണ്? ദൈവത്തിന് മുമ്പിലുള്ള സന്തോഷത്തിനായിട്ടല്ല, ന്യായവിധിക്കായിട്ടത്രേ, നരകവിധിക്കായിട്ടത്രേ അന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ നമ്മുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തി ഈ പ്രസംഗം മുഖാന്തരം നിങ്ങളെ നിത്യമായിരിക്കുന്ന തീപ്പൊയ്യയിലേക്ക്, നരകത്തിലേക്ക് എറിഞ്ഞുകളയും. അന്ന് ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, കാലമില്ല, സമയമില്ല, പള്ളികളില്ല, പുരോഹിതന്മാരില്ല, രാജാക്കന്മാരും പ്രഭുക്കന്മാരുമില്ല. യേശുക്രിസ്തു എന്ന ഏക ന്യായാധിപന്റെ മുമ്പില് നിങ്ങളുടെ കണക്ക് തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളുടെയും കരം ബലപ്പെട്ടിരിക്കുന്നതിനാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. അവൻ നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, ഒന്ന് കാലമില്ല. സൂര്യൻ ഇല്ലാതെ ലോകം അവസാനിച്ച പിന്നെ കാലമില്ല. സൂര്യനെ ദൈവം കാലവും സമയം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന് സൂര്യനെയും ചന്ദ്രന്റെ ആവശ്യമില്ല. അവൻ അനാദി കാലം മുതലുള്ളതാണ്. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടി, മനുഷ്യന് കാലവും സമയവും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സൂര്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ ലോകാവസാനത്തിന് ശേഷം സൂര്യനില്ല. സൂര്യനില്ലാത്തതുകൊണ്ട് കാലമില്ല, കാലമില്ലാത്തതുകൊണ്ട് സമയമില്ല. പ്രിയപ്പെട്ട, ആ എരുതിയിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഒരു നാളും ഒരു മടങ്ങി വരില്ല. നാളെന്ന് പറയുന്ന വാക്ക് പോലും തെറ്റാ. അവിടെ സമയവും കാലവും ദിനങ്ങളും വർഷങ്ങളും ഇല്ലല്ലോ പ്രിയപ്പെട്ടത്. പിന്നെ പ്രത്യാശിക്കാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടത്, ഒന്നുമില്ല. ഇവിടെ ധൂവപ്രാർത്ഥന ചെയ്താലൊന്നും നീ അങ്ങോട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോകത്തില്ല. 100 വർഷം അവിടെ എന്താണ് ആ തീക്കകത്ത് കടന്ന് നീ അവിടെ കിടന്ന് മാനസാന്തരം എവിടുമ്പോ തിരിച്ചു വിളിക്കുന്ന പരിപാടിയുമില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉന്നത ഭാവങ്ങളെ താഴ്ത്തി നഗളഗതികളെ വിട്ട് മരണമുള്ള എല്ലാ മനുഷ്യരും നിങ്ങളെ തന്നെ താഴ്ത്തി ആ മരണത്തിനപ്പുറത്തേക്ക് ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന പ്രത്യാശയിലേക്ക് യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം പ്രവേശിച്ചുകൊള്ളുവേൻ. അതിൽ തക്കവണ്ണം മാനസാന്തരവും സ്നാനമേറ്റ് കർത്താവിനെ ഭയപ്പെട്ടുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.